ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദേവലോകം. മഞ്ചേരി ദുരിതത്തിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ട്രെയിൻ. എനിക്ക് ഇത്രയും പ്രിയപ്പെട്ടതാകാൻ കാരണം ഇതാണ് എൻ്റെ ഫസ്റ്റ് ജെൻ ട്രെയിൻ കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ഫീൽഡ് പോകുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഏതു നേരം പാട്ട് പാടിക്കൊണ്ടും ലക്ഷദ്വീപിൽ ഓരോ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടും മറ്റൊക്കെയായിരുന്നു ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് നമുക്ക് ബോറടിച്ചിട്ടില്ലായിരുന്നു. സോ എൻ്റെ പ്രിയപ്പെട്ട ട്രെയിനിയുടെ വക എനിക്ക് കൊണ്ടെത്തുന്നതാണിത്. നമുക്ക് എന്ത് കൊണ്ടു തരുന്നു, എത്ര വലുത് അങ്ങനെയൊന്നുമില്ല. ആര് നമ്മൾ ഓർക്കുന്നു അല്ലെങ്കിൽ ആര് നമുക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടു തരുന്നു, അതിലാണ് ഏറ്റവും വലിയ കാര്യം. ഒരു പനിയും ബാക്ക് പെയിനും വന്നിട്ടാട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. തിരിച്ചു പോകും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല, എൻ്റെ വീട്ടുകാരനെ വിട്ടില്ല. അപ്പം മുതൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ടെൻഷനായിരുന്നു ഇവനെ കുറിച്ച് ആലോചിച്ചിട്ട്. ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം സാമർത്ഥ്യമുള്ളതുകൊണ്ട് അവരെങ്ങനെങ്കിലും പിടിച്ച് നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഇയാളെക്കുറിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അപ്രതീക്ഷിതമായിട്ട് കുറച്ചധികം മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്. ഒരാൾക്ക് മാത്രമല്ല, അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. അന്നുണ്ടായ സന്തോഷം എത്ര വലുതാന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. കാരണം എൻ്റെ പിള്ളേരെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് അറിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതിനേക്കാൾ ഉപരി എൻ്റെ കൂടി മോട്ടിവേഷൻ കാരണമാണല്ലോ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കുറ്റബോധം മറ്റൊക്കെ ആയിരുന്നു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. വീട്ടിലെ ദേവ.